ഹരികൃഷ്ണ ജ്യോതിഷാലയത്തെ ഏവർക്കും സ്വാഗതം. അതായത് ഒക്ടോബർ മാസത്തെ ഫലമാണ് പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ വൃശ്ചിക രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. വൃശ്ചിക രാശിക്കാർ എന്ന് പറയുമ്പോൾ വൃശ്ചികക്കൂറ് എന്ന് പറയുമ്പോൾ വൈശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന കൂറാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ കണ്ടകശനിയായി തുടർന്നുകൊണ്ടിരിക്കുന്ന ശനിയുടെ അതേ ഭാവം, 5-ൽ ത്രികോണസ്ഥാനം നിൽക്കുന്ന രാഹു, 7-ൽ വക്രഗതിയോടുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം. വക്രഗതി എന്ന് വെച്ച് പറഞ്ഞാൽ തിരിച്ച് സഞ്ചരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിൽ നിന്ന് തിരിച്ച് ഒരു സഞ്ചാരം എന്ന് പറയും. നക്ഷത്രഭാഗത്തിലുള്ളൊരു വ്യതിയാനമാണ് അത് കാണുന്നത്. അത് കാരണം കൊണ്ട് കുറച്ചുകൂടി വ്യാഴത്തിൻ്റെ പവർ കൂടും, അതായത് ശക്തി കൂടുന്ന പറയും. ആ ശക്തി കൂടുന്നതോടൊപ്പം തന്നെ ഗുണാനുഭവങ്ങളും കൂടും എന്നാണ് പറയുന്നത്. വ്യാഴത്തെ കൊണ്ട് എന്തൊക്കെ ഗുണാനുഭവം? ധനം, നേട്ടങ്ങൾ, കുടുംബം, ഐശ്വര്യ, അഭിവൃദ്ധി, തൊഴിൽ നേട്ടങ്ങൾ, ബിസിനസ്, സന്താനങ്ങളുടെ അഭിവൃദ്ധി, വിദ്യാഭ്യാസം എന്നിവയ്ക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസമാണ്. ചാരവസ്ഥാൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ 11-ൽ സൂര്യചാരവസ്ഥാൽ 11-ൽ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലം വളരെ അനുകൂലപരമാണ്. ഗ്രഹങ്ങളെല്ലാം ശനി ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങളും അനുകൂലപരമായിട്ട് നിൽക്കുന്നത്. 12-ൽ ശുക്രൻ നിൽക്കുന്നത് അനുകൂലമാണ്. 11-ൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ബുധൻ അനുകൂല ഭാവത്തിൽ ലാഭസ്ഥാനം നിൽക്കുന്നു. അത് ലാഭത്തെ പ്രതീക്ഷിക്കും. നമ്മൾ എന്ത് തൊഴിൽ ചെയ്യുന്നുവോ അതിന് അനുകൂലപരമായിട്ടുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ഗവൺമെൻറ്റിൽ നിന്നും വളരെ അനുകൂലപരമായിട്ടുള്ള സ്ഥിതിഗതികളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുവാനുള്ള അർഹതപ്പെട്ട ഓഹരികൾ കിട്ടുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവനവന് അർഹതപ്പെട്ട സ്ഥാനമാന പദവികൾ കിട്ടുവാൻ, സ്ഥാനമാന പദവികൾ, ജോലി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പേപ്പർ വർക്കുകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വൻകിട ലോണുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ചില ജപ്തി നടകളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ വരുവാണെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ വരുവാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് വൻ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ, സ്ഥാനമാന പദവികൾ കിട്ടുവാനുള്ള സാധ്യത, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കായികമാർക്കും അവർക്ക് അനുയോഗകരപരമായിട്ടുള്ള സ്ഥാനമാന പദവികൾ, കുടുംബത്തിൻ്റെ ഐശ്വര്യ അഭിവൃദ്ധിയും നൽകുന്ന കടബാധയിൽ നിന്നെല്ലാം വളരെ മോചനം നേടി വരുവാനുള്ള സാധ്യതകൾ, കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും എന്ന് തന്നെ ഈ വൃശ്ചിക രാശിക്കാർക്ക് എടുത്തു പറയാനുണ്ട്. കാരണം ജയിലിൽ നിന്നും ഒരു മോചനം നേടി എന്ന് പറയില്ലേ, ജയിലിൽ നിന്നും ഒരു മോചനം കിട്ടി എനിക്ക് എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വൃശ്ചിക രാശിക്കാർ എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 2-3 മാസം വരെ ദുഃഖങ്ങൾ അനുഭവിച്ച പാർട്ടികളാണ് ഇവർ. അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കത് അനുകൂല പരകത്തിൽ നിന്നുകൊണ്ട് മനസമാധാനവും അതുപോലെ തന്നെ സന്തുഷ്ടവും സ്വന്തം കുടുംബത്തിൽ താങ്ങും തണലുമായി നിൽക്കുന്ന മറ്റുള്ളവരുടെ അനുഭാവങ്ങളും സ്നേഹസമ്മത്വങ്ങളും ബന്ധുക്കളും അവരുടെ ബന്ധു സമൂഹപരമായിട്ടുള്ള അനുകൂല ഭാവങ്ങളും മനോഭാവങ്ങളും സ്നേഹത്തോടുള്ള നോട്ടങ്ങളും ചിരികളും അതുപോലെ തന്നെ അവരുടെ വാത്സല്യങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ പറ്റുന്നതും ഉറ്റ സുഹൃത്തുമായി ബന്ധപ്പെടുവാനുള്ള സാധ്യതകളും എല്ലാം ഉണ്ടെങ്കിലും ചില സുഹൃത്തുക്കളുമായി ചില തർക്ക വിഷയങ്ങളെല്ലാം വരുവാനുള്ള സാധ്യതകളുണ്ട്. കേസ് വഴക്കുകൾ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് നീണ്ടുപോകാനുള്ള സാധ്യതയും ഉണ്ട്. താനും ഭാഗ്യം പൊതുവെ കൈകൂടി നിൽക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ടൊരു സമയമാണ്. ഭാഗ്യവശാൽ വന്ന് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ രംഗത്ത് തീർച്ചയായും പുരോഗതി ഉണ്ടാവും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഉദ്യോഗ കയറ്റങ്ങൾ കിട്ടുവാനുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അത് തീർച്ചയായിട്ടും കിട്ടുവാനുള്ള സാധ്യതകൾ ഉണ്ട്. താനും വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശ യാത്രയ്ക്ക് തയ്യാറായിക്കോളൂ. യാതൊരുവിധ കുഴപ്പമില്ല. അതെല്ലാം വന്ന് ചേരും. അതിൻ്റെ പേപ്പർ വർക്കുകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്ന് ചേരും. ഗുരുത്വം ഉണ്ടാവും. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ഭവനം വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പറ്റിയൊരു സമയമാണ്. ഭവനം വയ്ക്കുക, വാഹനം വാങ്ങിക്കുക, പുതിയ വാഹനം വാങ്ങിക്കുക, പുതിയ ഭവനത്തിന് നേതൃത്വം കൊടുക്കുക, ഭൂമി വാങ്ങിക്കാൻ മാത്രം കുറച്ചുകൂടി സമയം ഏറ്റെടുക്കേണ്ടി വരും. ഏകദേശം ഒരു 1.5 മാസം കൂടി കഴിഞ്ഞു പറഞ്ഞാൽ ഭൂമി വാങ്ങിക്കാനുള്ള അർഹത നമ്മൾ കൈവരും. ഇപ്പോൾ ഭൂമി വാങ്ങിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ട എന്നാണ് പറയുന്നത്. ഒരു 1.5 മാസം കൂടി കഴിഞ്ഞതിന് ശേഷം ഭൂമി വാങ്ങിക്കാൻ ഇറങ്ങിത്തിരിക്കുക. ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് മാത്രമേ അങ്ങനെയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലഗ്നാധിപനായി രാശി നാദ്യാധിപനായുള്ള ഇഷ്ടം നിൽക്കുന്നത്. അത് കഴിഞ്ഞ ആശ്രിതവാസങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വരികയാണെങ്കിലും അതെല്ലാം വളരെ നിസ്സാരപരമായിട്ട് വരുവാനുള്ള സാധ്യതയുള്ളൂ. അതായത് ആകുലം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷനുള്ള ഒരു സമയമായിരിക്കും. ഏതാവും ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള യാതൊരു ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു സമയം തന്നെയാണ് വൃശ്ചിക രാശിക്കാർക്ക്.
കുറേ കാലങ്ങളായിട്ട് നീണ്ടുപോയിട്ടിരിക്കുന്നത്. കാരണം ചാരവശാൽ സൂര്യചാരവശാൽ 11-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബുധൻ, അതുപോലെ തന്നെ സൂര്യൻ 12-ൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ, ഇവരെല്ലാം ഗുണത്തെ തന്ന് ചിന്തിക്കും. കുടുംബത്തിൻ്റെ സ്വത്ത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഭാര്യ വഴിക്കുള്ള സ്വത്ത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾ വഴി നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ സന്താനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, വിവാഹം കഴിഞ്ഞ് സന്താനങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന സന്താനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഗർഭാധാരണം നടത്തുവാനുള്ള സാധ്യതയുണ്ട്. കടബാധ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതയുണ്ട്. കടത്തിൽ നിന്നും കുറച്ചൊരു സ്വസ്ഥത കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനങ്ങളെല്ലാം വെച്ച് പുതിയ വാഹനങ്ങളെല്ലാം വാങ്ങിച്ച് പുതിയ ഭവനങ്ങളെല്ലാം വെച്ച് അതിൽ യോഗം ചേർന്ന് അതിൽ താമസിക്കാനുള്ള യോഗങ്ങൾ കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കും. അതുപോലെ വിദേശ യാത്രകൾ ചിന്തിക്കുന്നവർക്ക് അതെല്ലാം തീർച്ചയായിട്ടും നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു, കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നു ഗുണമാണ്. ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഗുണകരമാണ്. സേനാധിപത്യം വഹിക്കുന്ന, അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൊട്ട് പട്ടാളക്കാരും ജവാന്മാരടക്കം അങ്ങനെയുള്ള രാജ്യത്തെ രക്ഷിക്കുന്ന ദൗത്യ സംഘം എന്ന് പറയാം, അങ്ങനെയുള്ള സേനാധിപത്യം, അഗ്നിരക്ഷയായിട്ടോട്ട് അങ്ങനെ നമ്മളെ രക്ഷപ്പെടുത്തുവാൻ രാജ്യക്കാരെയും ജനങ്ങളെയും അവർക്ക് മാത്രം കുറച്ച് ദോഷങ്ങളാണ് കാണുന്നത്. അങ്ങനെയുള്ള ജോലി ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഒരു മൃത്യുഞ്ജയ ഹോമം ഒരു ക്ഷേത്രത്തിൽ, മഹാദേവ ക്ഷേത്രം, ശിവക്ഷേത്രം നടത്തുന്നത് പോലെ ആപത്തുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കുറേ കൂടി കാണുന്നുണ്ട്. ഇത്രയൊക്കെയാണ് വൃശ്ചിക രാശിക്കാർക്ക് പറയാനുള്ളത്. വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസം തന്നെയാണ്. യാതൊരുവിധ ആശങ്കയും പെടേണ്ട ആവശ്യമില്ല. നമസ്കാരം.